നമ്മളിപ്പോൾ കാണുന്ന ഒരു ഫ്ലെക്സ് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഫ്ലെക്സാണ്. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂമി ഒന്ന് ആഞ്ഞു കുലുങ്ങിയാൽ തീരും ഹിന്ദു രാജ്യവും മുസ്ലിം രാജ്യവും ക്രിസ്ത്യൻ രാജ്യവും ഒക്കെ, അവസാനിപ്പിച്ചുകൂടെ ഈ വർഗീയത. അപ്പോൾ ഇത് വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ 3 സമുദായങ്ങളുണ്ട്. ആ 3 സമുദായങ്ങൾ തമ്മിൽ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അണ്ടിയാണോ വലുത് മാങ്ങയാണോ വലുത് എന്നറിയാൻ വേണ്ടി പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് ഹിന്ദു സമുദായം. അത് കഴിഞ്ഞിട്ട് വരുന്നത് മുസ്ലിം സമുദായമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ക്രിസ്ത്യൻ സമുദായമാണ്. ഈ 3 സമുദായങ്ങൾ പണത്തിൻ്റെ കാര്യത്തിലും മതത്തിൻ്റെ കാര്യത്തിലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 3 സമുദായങ്ങളെയും സമന്വയിപ്പിച്ചിട്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടാണ് വോട്ട് ബാങ്കിൽ വോട്ട് നേടുന്നത്. ഈ 3 സമുദായങ്ങളിലെ ഇഷ്ടത്തിന് അനിഷ്ടത്തിന് കുലുങ്ങുന്ന തുള്ളുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാരാണ് നമുക്ക് കേരളത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ വലിയ വീരവാദമൊക്കെ ഇവർ മുഴക്കുന്നുണ്ടെങ്കിലും ഒരു ഭൂമി കുലുങ്ങിയാൽ ഇതെല്ലാം തീരുന്നതേ ഉള്ളൂ. കാരണം മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടായതിനു ശേഷം ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ് സ്ഥാപതാല്പര്യങ്ങളുള്ള മതങ്ങൾ ഈ ലോകത്തിൽ വന്നിട്ടുള്ളത്. മതങ്ങൾ കാരണം ലോകത്തിലെന്ത് സംഭവിച്ചു? ഒരുപാട് വിഘടനം സൃഷ്ടിക്കപ്പെട്ടു. ചൈനയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പറയും അവിടെ മതം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, കാരണം മതം വെറുപ്പ് സൃഷ്ടിക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് മതങ്ങളുണ്ട്. അവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് വലുത്? ആരാണ് വലുത്? ആരാണ് വലുത്? ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആദ്യമൊക്കെ അവർ ഒരുപാട് തീവ്ര ഹിന്ദുത്വ നിലപാടിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു വന്ന് ഇപ്പോൾ RSSൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആൾ നേരെ ഹിന്ദുക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരുപാട് മുസ്ലിം പള്ളികൾ ഹൈന്ദവ ക്ഷേത്രങ്ങളാക്കി മാറ്റണമെന്നുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ ഒരുപാട് വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ വേണ്ടെന്നാണ് RSSൻ്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ തീവ്ര ഹിന്ദുത്വ നിലപാട് കൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടിയും തല്ലും വെട്ടും കുത്തും ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഇന്ത്യക്ക് സമാധാനം സന്തോഷമൊന്നും കിട്ടില്ല. ഇപ്പോൾ BJP RSSുമായിട്ട് അകന്നിരിക്കാനുള്ള അനവധി കാരണങ്ങളൊരു കാരണം അതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതത്തിൻ്റെ പേരിൽ വിഘടനം സൃഷ്ടിച്ച്, മതത്തിൻ്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തി, മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി, മതത്തിൻ്റെ പേരിൽ വർഗീയതകളെ ഉണ്ടാക്കി, മതത്തിൻ്റെ പേരിൽ തല്ലുണ്ടാക്കി ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരു ഭൂമി കുലുങ്ങിയാൽ തീരുന്നതേ ഉള്ളൂ. കോവിഡ് വന്നപ്പോൾ കോടിക്കണക്കിന് ആളുകളാണ് ലോകത്തുനിന്ന് മരിച്ചു പോയിട്ടുള്ളത്. നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. ജീവിക്കുന്ന അത്രയും സമയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് സഹകരിച്ച് പോകുന്നതാണ് നല്ലത്. ഇന്ത്യയിലെ രാജ്യമാണ്, ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ സൗരന്മാരാണ് എന്നുള്ള ആ സ്ലോഗൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. മതമല്ല വലുത്, മനുഷ്യനാണ് വലുത്. മനുഷ്യന് വേണ്ടിയിട്ടാണ് മതം ഈ ലോകത്തിൽ വന്നിട്ടുള്ളത്. അല്ലാണ്ട് മതത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.